ഈ പറഞ്ഞ പോലെ മറ്റുള്ള സിനിമകളിൽ നമ്മൾ ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്ത് പോയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ പുതിയ ഫേസ് ആണെങ്കിൽ എനിക്ക് കുറെ കൂടി എളുപ്പമാണ്. എന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ ടൊവീനെ കാണരുതെന്നുള്ളൊരു സാധനം പറഞ്ഞിരുന്നു. ടൊവീനോ എന്നുള്ളൊരു സ്റ്റാർ എന്നുള്ളൊരു സാധനം കാണാതെ ഒരു ക്യാരക്ടർ. ലോകയിലെ കല്യാണിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അവർ നേരത്തെ ഇപ്പം എന്താ പറയുക ഡൊമിനിക്ക് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ലുക്കാണത്. സത്യം പറഞ്ഞാൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പോത്തൻ ചേട്ടനാണ് ആദ്യം ചെയ്തത്. കാരണം പോത്തൻ ചേട്ടൻ ഡയറക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലി നമ്മളൊരു ട്രയൽ വെക്കും. ലുക്ക് ടെസ്റ്റ് എന്നൊരു ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക് സിനിമയിൽ. ഷൂട്ടിന് ഒരു ചിലപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കാം ലുക്ക് ടെസ്റ്റ് വെക്കുക. പണ്ടത്തെ കാലം കുറെ കൂടി നല്ല ടെക്നീഷ്യന്മാരുണ്ട് ഇപ്പോൾ. ബിഗ് മേക്കിംഗ് ചെയ്യുന്ന താടി മീശയൊക്കെ ഉണ്ടാക്കുന്ന നല്ല നല്ല ടെക്നീഷ്യൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ടെക്നീഷ്യനോട് തരുന്ന ഒരു ബഹുമാനമാണ് സത്യം പറഞ്ഞത്. ആ ടൈം നമ്മളുടെ വാക്കിന് ഒരു തരുന്ന ഒരു വില തരാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഡയറക്ടർ എന്നുള്ള ആർട്സ് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ സത്യം പറഞ്ഞ ചേട്ടനാണ് ഞാൻ വീട്ടിൽ ഇതിൻ്റെ ട്രയലിന് ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ചേട്ടൻ ഓൾമോസ്റ്റ് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്, കയ്യിൻ്റെ നെയിലൊക്കെ ഫിറ്റ് ചെയ്ത്. കത്തനാർ ലുക്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് ഫുൾ ക്രെഡിറ്റ് റോജിനുള്ളതാണ്. ഡീപ് ഡൈവിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളത്തിലെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് മാൻ ആണ്. മലയാളത്തിൽ മാത്രമല്ല പാൻ ഇന്ത്യൻ ലെവലിൽ ഇപ്പം നിൽക്കുന്ന ആളാണ്. സോ റോണക് സേവിയർ, വെൽക്കം ചേട്ടാ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ ഇപ്പം റീസെൻറ്റ് വിശേഷത്തെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ബാലനാണ് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം സിനിമയൊക്കെ കണ്ടു, ആൾക്കാരൊക്കെ കണ്ട് നല്ല നല്ല അഭിപ്രായം ഇങ്ങനെ കേട്ടുകൊണ്ട് വരികയാണ്. അപ്പം ബാലനിലേക്ക് വരുമ്പം നമ്മളിപ്പോൾ കുറച്ച് മുന്നേ സംസാരിച്ച പോലെ തന്നെ ഇതിൽ ഫെമിലിയർ ഫേസസ് ഇല്ല, ലൈക്ക് 1, 2, 3 പേര് അത്രയും പറയാം. അതും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ്. ബാക്കി പറയണ ഫർസാനയുടെ ക്യാരക്ടറും നമ്മുടെ ബാലനായിട്ട് കുട്ടിയുടെ ക്യാരക്ടറും എല്ലാം ന്യൂ ഫേസസ് ആണ്. ഇവരെ ഈ സംവിധായകൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ അവിടെ മേക്കപ്പ് മാൻ്റെ ഇൻപുട്സ് എത്രത്തോളം ആയിരുന്നു പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ? മെയിനായിട്ട് അവരെ പറഞ്ഞ പോലെ ക്യാരക്ടറിലെ ലുക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു എൻ്റെ ഒരു ടാസ്ക്കാണ്. കാരണം ഒന്നാമത്തെ കാര്യം പുതിയ കാസ്റ്റ്, ഒരുപാട് ഫെമിലിയർ അല്ലാത്ത, ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടല്ലാത്ത, അത് പറഞ്ഞ പോലെ മറ്റുള്ള സിനിമകളിൽ നമ്മൾ ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്ത് പോയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ പുതിയ ഫേസ് ആണെങ്കിൽ എനിക്ക് കുറെ കൂടി എളുപ്പമാണ്. ഒരുപാട് പണിയെടുക്കണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ അതിലേക്ക് ഒന്ന് എത്തിച്ചാൽ മതി, ചെറിയ രീതിയിൽ എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റും നമുക്ക്. കാരണം ഇപ്പോൾ നമ്മൾ കുറേ സിനിമകൾ ചെയ്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലാണ് നമുക്ക് ചിലപ്പോൾ ഒന്ന് പണിയെടുക്കേണ്ടി വരിക അതിനകത്ത്. ചിലപ്പോൾ മറ്റു സിനിമകളിലെ പോലെ ലുക്കുകളിൽ ഒരുപാട് സിമിലറായിട്ടുള്ള ലുക്കുകൾ വരാൻ പാടില്ല, റെപ്യൂട്ടേഷൻ വരാൻ പാടില്ല. ആ ക്യാരക്ടറിലേക്ക് ചിലപ്പോൾ എത്തിക്കാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ പുതിയ ഫേസൊക്കെ ആകുമ്പോൾ ചിലപ്പം നമ്മളൊന്ന് പറഞ്ഞ് എന്താ പറയുക, ഒരു നോർമൽ ഒരു സാധനത്തിലേക്ക് ഒന്ന് എത്തിച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ഹെയറിൻ്റെ കാര്യമാണെങ്കിലും മേക്കപ്പിൻ്റെതാണെങ്കിലും നോ മേക്കപ്പ്. ഇപ്പം ചിദംബരത്തിനും മോസ്റ്റ്ലി മേക്കപ്പ് ഇല്ലാത്തൊരു പ്ലെയിൻ സ്കിൻ പരിപാടി മതി എന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയത്. മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഒരു ചെറിയൊരു ഡൾ പല ഇതിൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇതിലേക്ക് മതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ചുകൂടി നോർമലായിട്ട് കുറേ കൂടി മേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളൊരു സാധനത്തിലേക്ക് എത്തിച്ചാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിന് അതുകൊണ്ട് നമുക്ക് ഒരുപാട് പണിയെടുക്കേണ്ടി വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കുട്ടിയുടെ ലൈക്ക് നമ്മളിപ്പം ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോഴാണ് ചെറിയ കുട്ടിയാണ്, അതങ്ങനെ സ്ക്രീനിൽ അങ്ങനെ അഭിനയിക്കുന്ന കാണുമ്പോഴേ നേരിട്ട് കണ്ടപ്പോഴാണ് ഇത്രയും ചെറുതാണല്ലോ അതിങ്ങനെ അഭിനയിച്ചല്ലോ എന്നുള്ള സാധനം. അപ്പം കുട്ടിയുടെ ആ ഒരു ലുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്ത് വന്നത് എങ്ങനെയായിരുന്നു? പറഞ്ഞ ഒരുപാട് പണിയെടുത്തു. കുറച്ച് മുടിക്ക് ലെങ്ത് ഉണ്ടായിരുന്നല്ലോ, ലെങ്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിക്കും ചിദംബരത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു അതിനകത്ത്. കൊച്ചിൻ്റെ ലുക്കിൻ്റെ കേസിലും ഹെയറിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവർ. കാരണം നേരത്തെ അവർ കൊച്ചിനെ കാസ്റ്റ് ചെയ്ത് ചെറിയൊരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പം അതിൽ തന്നെ അവർക്ക് ഒരു ലുക്കിലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു ചിദംബരവും ഗണപതിയൊക്കെ ചേർന്നിട്ടുള്ളൊരു കാസ്റ്റിംഗ് പരിപാടിയിൽ. അപ്പം ഒരു ഐഡിയ വെച്ചിട്ടൊരു എന്താ പറയുക രണ്ട് കാലഘട്ടം ഇതും കാണിക്കുന്നുണ്ട് അതിനകത്ത്. ഒന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ അങ്ങനെയുള്ളൊരു 2 കാലഘട്ടം പരിപാടികളുണ്ട്. അപ്പം അതിലേക്ക് ഹെയറിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറക്കുക അങ്ങനെയുള്ളൊരു പരിപാടികൾ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഇതിൽ കുറച്ച് ചെയ്യേണ്ട വന്നിട്ടുള്ള ടൊവിനോയുടെ ഒരു ക്യാരക്ടർ ആയിരിക്കും. ലുക്കിലാണെങ്കിലും അപ്പിയറൻസ് ആണെങ്കിലും വേറൊരു ടൊവിനോയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ടൊവിനോയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു കൊണ്ടുവന്നത്? അതായിരുന്നു ചിദംബരത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നത്. കാരണം
നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ ടൊവീനെ കാണരുതെന്നുള്ളൊരു സാധനം പറഞ്ഞിരുന്നു. ടൊവീനോ എന്നുള്ളൊരു സ്റ്റാർ എന്നുള്ളൊരു സാധനം കാണാതെ ഒരു ക്യാരക്ടർ മംഗലാപുരത്ത് കുറേ കൂടി കോസ്റ്റലായിട്ടുള്ളൊരു ഏരിയയിൽ ഉള്ള ഒരു കുറച്ച് എന്താ പറയുക കുറച്ച് അലമ്പായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മതി എന്നുള്ള സാധനം പറഞ്ഞു. അങ്ങനത്തെ ഒരു ലുക്കാണ് വേണ്ടത് എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങളൊരു ഇതിലേക്ക് വന്നത്. കുറച്ച് ഡൾ ആയിട്ടുള്ളൊരു വേർഡ്, സ്കിൻ ടോൺ ഡൗൺ ചെയ്യുക, കുറച്ച് ഗ്രേ ഹെയറുകൾ കൊടുക്കുക, കുറച്ച് വയറൊക്കെ കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വെള്ളം കുടിക്കുന്ന കുറെ കൂടി ഡ്രഗ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഇതൊരു ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കുടവയറൊക്കെ വേണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ ടോവി അതിന് വേണ്ടി കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി, കുറച്ച് സ്ലാങ് ഒക്കെ കുറച്ച് അവിടുത്തെ മംഗലാപുരം ഏരിയയിലുള്ള ആളുകളുടെ രീതിയിലേക്ക് ഡയലോഗൊക്കെ മാറ്റി അവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ച് അങ്ങനെ കുറച്ച് സ്ലാങ് ഒക്കെ മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വയറ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അത് പ്രോസ്തറ്റിക്സ് ചെയ്തതാണ്. നമ്മളൊരു കുടവയർ ടോവിയുടെ ബോഡിയുടെ ഒരു ലൈഫ് കാസ്റ്റ് എടുത്തിട്ട് നമ്മളൊരു കുടവയറിൻ്റെ ഒരു പ്രോസ്തറ്റിക്സ് പരിപാടി ചെയ്തിട്ട് അതൊരു 2-3 ട്രയലൊക്കെ നോക്കി, ചിദംബരം ഞങ്ങളൊക്കെ ഒരു ട്രയലൊക്കെ നോക്കി ഫൈനൽ ചെയ്ത് കൊണ്ടുവന്നു ചെയ്തത്. അത് കണ്ടപ്പോൾ അതായിരുന്നു ടൊവിനോയ്ക്ക് പെട്ടെന്ന് ഇത്ര ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു എന്നുള്ളൊരു തോട്ടായിരുന്നു മൈൻഡിൽ വന്നത്. ഇപ്പം ഈ മേക്കപ്പിൻ്റെയും പ്രോസ്തെറ്റിക്കിൻ്റെയും പറഞ്ഞല്ലോ, അതായത് പലർക്കും ഇത് രണ്ടും 2 ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്നുള്ള ഒരു ധാരണയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. ശരിക്കും എന്താണ് ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ്, പ്രോസ്തെറ്റിക് ആർട്ടിസ്റ്റ് ഇത് രണ്ടും സെയിം ആണോ ചെയ്യുന്ന ജോലികൾ? സെയിം ആണ്. അതായത് പണ്ട് കാലങ്ങളിൽ നമുക്കിവിടെ അതിനുള്ള മെറ്റീരിയലൊന്നും അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അത് കുറേ കൂടി അതിലേക്ക് സിനിമകളിൽ അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ കാലങ്ങളിൽ അപ്പം പുറത്തുനിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ മേക്കപ്പിൻ്റെ ഇത് വേറെ, പ്രോസ്തറ്റിക്സ് വേറെ എന്നുള്ള സാധനം വന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്കിപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ തന്നെ പ്രോസ്തറ്റിക്സ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർക്കിപ്പം അതിനെക്കുറിച്ച് മെറ്റീരിയലിനെ കുറിച്ചുള്ള അറിവ് ഇപ്പം എല്ലാം എന്താ പറയുക അവൈലബിൾ ആണ്. നെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്താലും ഇതെവിടെ കിട്ടും, ഇതെവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റും, എങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് ഇതിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുറേ കൂടി എളുപ്പമാണ്. ഇപ്പം എല്ലാം നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. എന്താ പറയുക, അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ പ്രോസ്തറ്റിക്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെങ്കിൽ അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ അത് എല്ലാ സിനിമകളിലും ഇപ്പം മോസ്റ്റ്ലി എല്ലാ പടങ്ങളിലും ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് പ്രോസ്തറ്റിക്സും ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെയാണ്. ഇപ്പം ഈ അടുപ്പിച്ച് 4-5 സിനിമകൾ റോണക് ചേട്ടൻ ചെയ്യും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പം ഒരു ക്യാരക്ടറിനെ ഈ ഒരു രീതിയിൽ മോൾഡ് ചെയ്തെടുത്തു, അപ്പുറത്ത് വേറൊരു സെറ്റിൽ അടുത്തൊരു ക്യാരക്ടർ, ഇങ്ങനെ ഈ അറ്റ് എ ടൈം ഇത്രയും സിനിമകൾ ചെയ്യുന്നത് എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്? നമ്മൾ ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് തന്നെ എനിക്ക് ടീമുണ്ട്. എനിക്ക് ടീമിനെ വെച്ചിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാണ് ചെയ്യാറ്. എനിക്ക് എന്താ പറയുക, നമുക്ക് ഒരിക്കലും നമ്മൾ വർക്കുകളൊന്നും നമുക്ക് ഒറ്റക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല. ഞാനിപ്പോൾ ഒരു പ്രോസ്തറ്റിക്സ് വർക്ക് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കില്ല ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ വർക്കേഴ്സ് ഉണ്ട്. നമ്മളതിന് ഗൈഡിങ്സ് കൊടുക്കുക, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. മോൾഡ് വർക്ക് ചെയ്യുമ്പോൾ ഓരോരോ സെക്ഷനിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയും കണ്ട് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മതി. കറക്ഷൻസ് ചെയ്ത് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. അപ്പം ഇതുപോലെ അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ, ഇപ്പോൾ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരാളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റൈലിസ്റ്റിനെ വിളിക്കുക, സ്റ്റൈലിസ്റ്റിൻ്റെ ആളെ വെച്ചിട്ട് നമ്മൾ സ്റ്റൈലിങ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒരു സിനിമയിലെ ഒരു മേക്കപ്പിൻ്റെ ഒരു ക്യാരക്ടർ ഡിസൈനിങ് ഞാൻ ഒറ്റക്കല്ല എല്ലാം ചെയ്യുന്നത്. അപ്പം അതിന് എനിക്കൊരു ടീമെന്നൊരു ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ വെച്ച് എനിക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഒരു ദിവസം ഞാനത് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി ചെയ്ത് കാണിച്ചു കൊടുത്താൽ എനിക്ക് അവരെ വെച്ചിട്ട് എൻ്റെ ടീമിനെ വെച്ച് എനിക്കത് ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ എനിക്ക് എന്താ പറയുക, അതിൻ്റെ ആ ക്യാരക്ടേഴ്സിന് ഉണ്ടാവുന്ന ചേഞ്ചസും ഇടയ്ക്ക് ഉണ്ടാവുന്ന ചില മറ്റു ആർട്ടിസ്റ്റുകൾ ജോയിൻ ചെയ്യുമ്പോഴും മറ്റു വേരിയേഷൻസ് വരുമ്പോഴൊക്കെ മാത്രം എനിക്ക് ചെന്ന് അറ്റൻഡ് ചെയ്ത് പോന്നാൽ മതിയാവും. ഇപ്പോൾ ഈ റോണക് ചേട്ടൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലുക്കുകൾ, ഇപ്പം പ്രേമലുവിലെ മമിതയുടെ ആണെങ്കിലും ലോകയിലെ കല്യാണിയുടെ ആണെങ്കിലും ഹെയർ സ്റ്റൈലുകൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. പ്രേമലു ഇറങ്ങിയ ടൈമിൽ കുറേ പേര് ഫ്രിഞ്ചസ് കട്ട് ചെയ്തിടുമായിരുന്നു. ലോക കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ഹൈലൈറ്റ്സ് ആ ഒരു റെഡ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ലുക്ക് ആൾക്കാർ ഈ അഡാപ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? അതിപ്പോൾ രണ്ട് ടൈപ്പ്. ഇപ്പം ഞാൻ പറയാൻ കാരണം വെച്ചാൽ മമിതയുടെ ലുക്ക് പെട്ടെന്നുണ്ടായതാണ്.
ഞങ്ങൾ ഗിരീഷേട്ടനായിട്ട് ഒരു മീറ്റിങ്ങിൽ ചെന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ക്യാരക്ടർ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഇതിൽ വന്നതാണ് മമിതയുടെ ലുക്ക്. അതായത് സ്ഥിരമായിട്ട് കുറേ നാളായിട്ട് കാണുന്നൊരു ഹെയർ സ്റ്റൈല് ഒരു രീതിയിലാണ്, നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വേണ്ടേ എന്നുള്ളൊരു സാധനം ഞാൻ ഗിരീഷേട്ടനോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഗിരീഷേട്ടൻ മുന്നേ ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുണ്ട്. ഞാൻ റെഫറൻസസ് കാണിച്ചു, അതിന് മമിതയായിട്ട് ഡിസ്കസ് ചെയ്തു. അവിടെ വെച്ച് തന്നെ അന്ന് തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ മമിത ഒന്ന് ആലോചിച്ചിട്ട് പറയാം, അമ്മേനോടൊന്ന് ചോദിക്കണം. അമ്മേനോട് ചോദിച്ച് അനുവാദം മേടിച്ചു. അങ്ങനെ കട്ട് ചെയ്യേണ്ട ഒരു ഹെയർ, അന്ന് നല്ല ലെങ്ത് ഉണ്ട് നമ്മുടെ ഹെയർ, ഒരുപാട് നല്ല ലെങ്ത് ഹെയറിൽ ആണ് മമത ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരുപാട് നാളായിട്ട് അങ്ങനെ നടക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യുന്ന മുമ്പ് വീട്ടിലൊക്കെ ഒന്ന് ചോദിക്കണം എന്ന് ചോദിച്ചു. ഫ്രഞ്ചസ് കട്ട് ചെയ്യണം, അങ്ങനെ ഉണ്ടായതാണ് ആ ലുക്ക്. ലോകയിലെ കല്യാണിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അവർ നേരത്തെ ഇപ്പം എന്താ പറയുക, ഡൊമിനിക്ക് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ലുക്കാണത്. ഡൊമിനിക്കും കല്യാണിയും കൂടി നേരത്തെ അവർ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പ്ലാൻ ചെയ്ത് ഉണ്ടായ ലുക്ക്. അത് രണ്ടും രണ്ട് ടൈപ്പ് നടന്ന കാര്യങ്ങളാണ്. അതുപോലെയാണ് എല്ലാ സിനിമയിലും. ചിലപ്പോൾ നമ്മുടെ ഇതിൽ ഔട്ട്പുട്ടിൽ ഇവിടെ ആദ്യം തന്നെ ഔട്ട്പുട്ടോടെ ഉണ്ടാവും ചില ലുക്കുകൾ അവർ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ചിലപ്പോൾ ആക്സിഡന്റലി സംഭവിക്കുന്ന ചില ലുക്കുകൾ ഉണ്ടാവും. പക്ഷെ അത് ഓഡിയൻസ് ഏറ്റെടുക്കും. അവർക്ക് അതെല്ലാം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നന്നാവുന്നത് സിനിമ റിലീസായതിനു ശേഷം, സിനിമ നന്നായി കഴിയുമ്പോൾ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതെല്ലാം നന്നാവുന്നത്. അതെ. അപ്പോൾ ഈ ഒരു പ്രീ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് എടുക്കാറുള്ളത്? സിനിമ ഇറങ്ങുന്നതിന് ശേഷം പറഞ്ഞ ലുക്കിനുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടും. ചിലപ്പം അത് ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആകാം. അപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്കെച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയാണ് എടുക്കാറുള്ളത്? അത് ക്യാരക്ടർ സ്കെച്ചിൽ നമുക്ക് പൂർണ്ണ ജഡ്ജ്മെന്റ് കിട്ടില്ല. ഒരു ഔട്ട്ലൈൻ, ഒരു മറ്റുള്ള പരിപാടിയെ കിട്ടുള്ളൂ. ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള സാധനം. നമ്മൾ ആ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരാളുടെ സ്കെച്ച്, നമ്മൾ ഒരാളുടെ ഫേസ് വെച്ചിട്ട് സ്കെച്ച് ചെയ്യുന്ന ആൾ ഒരിക്കലും അത് എന്താ പറയുക നന്നാക്കി ചെയ്യുള്ളൂ എപ്പോഴും. അത് മോശമാക്കിയ രീതിയിൽ ഒരിക്കലും ഒരാൾ സ്കെച്ച് ചെയ്ത് തരില്ലല്ലോ. അത് ആ ചെയ്ത സാധനം നമ്മൾ ഒരാളുടെ ഫേസിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് അത് അയാൾക്ക് എത്രത്തോളം വർക്ക് ചെയ്ത് വരുമ്പോഴാണ് എത്രത്തോളം സൂട്ട് ആവുന്നുണ്ട്, എത്രത്തോളം അത് പ്രാക്ടിക്കലി അത് എത്രത്തോളം സക്സസ് ആണെന്നുള്ള കേസ് അപ്പോഴേ അറിയാൻ പറ്റും. അങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പം ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ പടത്തിലെ ലുക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്കെച്ച് ചെയ്ത ലുക്ക് വേറൊരു ലുക്കായിരുന്നു. ആദ്യം മമ്മൂക്കയുടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്തത്. അതിൽ നിന്ന് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ അത് വർക്കായില്ല സത്യം പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെറിയ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുണ്ടായ ഒരു ലുക്കാണ് ഇപ്പോൾ പടത്തിലുള്ള ലുക്ക്. ഈ ബ്രഹ്മയുഗം ആക്ച്വലി ഷൂട്ടിന് മുൻപ് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് അപ്പോൾ ലുക്ക് മാറ്റിയിരുന്നോ? ഇല്ല, അത് കഴിഞ്ഞിട്ട് ലുക്ക് നമ്മൾ നേരത്തെ ട്രയൽ ചെയ്തതിന് ശേഷം ഇറക്കിയ പോസ്റ്റർ. അപ്പോൾ ആദ്യത്തെ ലുക്ക് എങ്ങനെയായിരുന്നു അപ്പോൾ പ്ലാൻ ചെയ്തിരുന്നത്? അത് വേറെ സ്കെച്ച് ചെയ്തിട്ടൊരു വേറൊരു ലുക്കായിരുന്നു. അത് കുറേ കൂടി വൈറ്റ് ഹെയർ ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു. അത് പക്ഷെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് ഇത്രയും ഞാൻ ഈ പറഞ്ഞ പോലെ സൂട്ടാകാത്തൊരു സിറ്റുവേഷൻ വന്നു. ഈ ബ്രഹ്മയുഗം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിനപ്പം മേക്കപ്പിൽ എക്സ്ട്രാ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞാൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എന്താ പറയുക, ഭയങ്കര ഡീറ്റെയിലിങ് കുറേ കൂടി ചെയ്യണം. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ചെയ്യുമ്പോൾ കുറേ കൂടി ഡീറ്റെയിലിങ് വർക്ക് ചെയ്യുമ്പോൾ കുറേ കൂടി കൂടുതൽ വർക്ക് ചെയ്യണം. പക്ഷെ അന്നത്തെ ക്യാമറയൊക്കെയാണ്, അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ഫിലിം ക്യാമറ യൂസ് ചെയ്യുമ്പോഴാണ് അതിലൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ക്യാമറ ആയതുകൊണ്ട് നോർമലി നമ്മൾ വർക്ക് ചെയ്ത് പോകുന്ന പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് പോയാൽ മതിയാവും. ബാക്കി ഡീറ്റെയിലിങ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ കിട്ടിപ്പോകുന്ന ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ പരിപാടികളെല്ലാം അങ്ങനെയാണല്ലോ. ഫിലിം ക്യാമറ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിൽ കുറേ കൂടിയൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അതിൽ വേണ്ടി അങ്ങനെ ഒരു പോയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലഡിന്റെ കളറ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യൽ എഫക്റ്റുകൾ വരുമ്പോഴേ ബ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മൾ നൈറ്റ് ഷൂട്ടൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും. കറക്റ്റ് റെഡ് കളറൊന്നും നമുക്ക് കിട്ടില്ല ചിലപ്പോൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് അങ്ങനെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം കിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് അങ്ങനെ റെഡ് കളർ ഏതാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും വലിയ
കാര്യമായിട്ട് കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല അങ്ങനെ അധികം. ഓക്കെ. ഈ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രേമലു ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്തു, മഞ്ഞുമൽ ബോയ്സ് ചിദംബരം സംവിധാനം ചെയ്തു. ഇവർ അഭിനയിച്ചപ്പോഴും അതിൽ വർക്ക് ചെയ്തല്ലോ. ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ ചിദംബരം ആക്ട് ചെയ്തു, ഇതിലിപ്പം ബാലനിൽ ഗിരീഷ് ഷെഡി ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുടെ കൂടെ സംവിധായകനായിട്ടും ആക്ടറായിട്ടും പിന്നെ ഇവരോട് വർക്ക് ചെയ്തപ്പം ഇവരുടെ മുഖത്ത് കുറച്ച് പണിയേണ്ടി വരുമല്ലോ, അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പോത്തൻ ചേട്ടനാണ് ആദ്യം ചെയ്തത്? പോത്തൻ ചേട്ടൻ ഡയറക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആഷിഖയുടെ പടത്തിൽ പോത്തൻ ചേട്ടൻ അഭിനയിക്കുമ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്കറിയില്ല. അവരുടെ ക്യാരക്ടറായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആരാണ് ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർ അഭിനയിക്കാൻ വന്നിരിക്കുമ്പോൾ അവർ ക്യാരക്ടറായിട്ട് എന്തും ചെയ്യാൻ വില്ലിങ് ആയിട്ടായിരിക്കും വന്നിരിക്കുക. അത് സിനിമ അറിയാവുന്ന ആൾക്കാർ അങ്ങനെയാണ് ഇപ്പോഴും. ആ സമയത്ത് ഞാൻ ഡയറക്ടറാണ് എന്നുള്ള സാധനത്തിലൊന്നും ആയിരിക്കില്ല വന്നിരിക്കുക. അത് നമ്മളെല്ലാവരും ഒരു സിനിമയെ കുറിച്ച് അറിയാവുന്ന അവരും സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആ ഒരു ഇതെപ്പോഴും ഉണ്ടാവും, കീപ്പ് ചെയ്യും. അതിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയില്ല. അവർ വന്നിരിക്കുമ്പോ അവർ പറയും എന്താന്ന് വെച്ചാൽ ക്യാരക്ടറിന് പറ്റുന്ന രീതിയിൽ എന്താണ് ഓണസ് അത് ചെയ്തോ എന്നേ പറയുള്ളൂ. ഇപ്പം അതിലേക്ക് വരുമ്പോഴാണ് ഈ ഡയറക്ടറിന് ഒരു വിഷൻ ഉണ്ടാകും, ക്യാമറാമാൻ്റെ ലെൻസിലൂടെ ഉള്ളൊരു വിഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റും മേക്കപ്പ് കോസ്റ്റ്യൂം ഇതെല്ലാം ഒരു പാർട്ടായിട്ട്, കളർ പാലറ്റും എല്ലാം പാർട്ടായിട്ട് വരുമല്ലോ. അപ്പം ഈ ഡയറക്ടറിൻ്റെയും സിനിമാറ്റോഗ്രാഫറിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിയുടെ കൂടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എങ്ങനെയാണ് അതിൽ, നിങ്ങളുടെ ആ ഒരു കൊളാബറേഷൻ എങ്ങനെയാണ് എപ്പോഴും വർക്ക് ചെയ്യാറുള്ളത്? അത് പറഞ്ഞ പോലെ ആദ്യം ഇവർ തമ്മിലൊരു ഡിസ്കഷൻ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടാവും ആദ്യമേ. ഡയറക്ടറും ക്യാമറമാനും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം കൂടി ക്യാരക്ടറിന് വേണ്ടിയുള്ള ഡിസ്കഷൻ ഓൾറെഡി ആദ്യം കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മളുടെ അടുത്തേക്ക് വരിക. ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നമ്മൾ സജഷൻസ് ചോദിക്കാം. അപ്പം ഇത് അവർ തമ്മിലൊരു ക്യാരക്ടറിന് ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഡിസ്കഷനിൽ വന്നാലും അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഇത് ഞാനാണ് പറഞ്ഞത്. ടെക്നിക്കൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, ഏതൊക്കെ രീതിയിൽ അത് എന്താ പറയുക ആർട്ടിഫിഷ്യൽ അല്ലാത്ത രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ ആ ക്യാരക്ടറിനെ അതിലേക്ക് എത്തിക്കാം. അങ്ങനെ അവർ പറയുന്ന അതേ സാധനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം അത് ഭംഗിയായിട്ട് എത്രത്തോളം എന്നുള്ള ഓഡിയൻസിലേക്ക് എന്താ പറയുക ഭയങ്കര ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഒരു സാധനത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള അതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനാണ്. അപ്പോൾ ആ ഒരു ഡിസ്കഷനിൽ അത് ഇത് ചെയ്യണം, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു ഡിസ്കഷനിലാണ് പിന്നെ ലാസ്റ്റത്തെ ഇതിൽ വന്നിട്ടാണ് പിന്നെ നമ്മളൊരു ലുക്ക് ഉണ്ടാക്കി ചെയ്ത് കാണിച്ചു കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു പ്രാക്ടിക്കലി നമ്മളൊരു ട്രയൽ വെക്കും. ലുക്ക് ടെസ്റ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട് നമുക്ക് സിനിമയിൽ. ഷൂട്ടിനൊരു ചിലപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കാം ലുക്ക് ടെസ്റ്റ് വെക്കുക. അതങ്ങനെ വെക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചില ക്യാരക്ടേഴ്സിൻ്റെ ചില ലുക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്ന ലുക്ക് അത് ആ ആർട്ടിസ്റ്റിനും ആ ക്യാരക്ടറിനും അത് സൂട്ടാണോ എന്നറിയാൻ വേണ്ടിയാണ് കുറച്ച് നാൾക്ക് മുന്നേ വെക്കുന്നത്. അപ്പോൾ സപ്പോസ് ചിലപ്പോൾ അത് ചെയ്യുന്ന സാധനം നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ വർക്ക് ആവില്ല, ചിലപ്പോൾ അത് സൂട്ട് ആവില്ല, നമ്മുടെ ജഡ്ജ്മെൻറ്റ് നമ്മളെല്ലാവരും ജഡ്ജ്മെൻറ്റ് കറക്റ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് അത് റീവർക്ക് ചെയ്യാനുള്ള ടൈമിന് വേണ്ടിയാണ് ഷൂട്ടിന് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് നമ്മൾ ലുക്ക് ടെസ്റ്റ് വെക്കുന്നത്. ഇപ്പോൾ സപ്പോസ് പറയുന്ന ഒരു താടിയുള്ള ഒരാൾ, നമ്മൾക്കിപ്പോൾ ക്യാരക്ടറിന് താടി ഉള്ള ഒരാളായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. ആ പുള്ളിയൊരു താടി വേണ്ട, ഇപ്പോൾ അവർ തീരുമാനിക്കും ഞങ്ങൾക്ക് ഈ ക്യാരക്ടറിന് താടി ഇല്ലാതെ കാണാനാണ് താല്പര്യം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ താടി ട്രിം ചെയ്ത് ലുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അവർക്ക് തോന്നുന്നത് ചിലപ്പോൾ അയ്യോ ഇതിനേക്കാളും നല്ലത് താടി ഉള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് വളരാനുള്ളൊരു സമയം, പിന്നീട് നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് 10 ദിവസം സമയമുണ്ട്, താടി വളരും. അങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞാണേ. അങ്ങനെ ഒരുപാട് ഇതുണ്ട്, പല പല കാരണങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ കോസ്റ്റ്യൂം ട്രയൽ നോക്കും, ചിലപ്പോൾ ആ അടുത്ത കോസ്റ്റ്യൂം ചിലപ്പോൾ മെറ്റീരിയലോ അല്ലെങ്കിൽ ആ സ്റ്റിച്ചിങ് പാറ്റേണോ ഒക്കെ വല്ല മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ഒരു ലുക്ക് ടെസ്റ്റ് എന്നൊരു പരിപാടി നമ്മൾ നേരത്തെ വെക്കും. ഇപ്പോൾ ഈ താടിയുടെ പറഞ്ഞപ്പോൾ മുമ്പൊക്കെ ഇപ്പോൾ കുറച്ച് പഴയ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മീശയും താടിയൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇപ്പം അത് മനസ്സിലാവില്ല, ഭയങ്കര ഡീറ്റെയിലിങ്ങിലാണ്. ഈ ചെറിയ ചെറിയ ഇതുപോലും അത്ര ഡീറ്റെയിലിങ്ങിലാണ് ചെയ്യാറുള്ളത്. അപ്പം ചില ആർട്ടിസ്റ്റുകളുടെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിൽ പോയിട്ട് വന്നപ്പോൾ താടിയില്ല, താടി പിന്നെ ഒന്നിന്ന് ചെയ്തു എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങനെ വരുന്ന മൊമെന്റ്സിൽ ഈ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു പരിധി വരെ നമ്മൾ പിടിക്കും. ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക താടി വെച്ചിട്ടുള്ള സീക്വൻസുകൾ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ചാർട്ട് ചെയ്യുമ്പോൾ
ഫസ്റ്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ചാർട്ട് ചെയ്യുമ്പോൾ അത് മാക്സിമം ഉള്ള താടി ഉള്ളത് തന്നെ ചാർട്ട് ചെയ്ത് തീർക്കാൻ നോക്കും. ഇപ്പം അങ്ങനെ അത് നമ്മൾ നേരത്തെ ഉള്ള ഡിസ്കഷൻ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഏതൊക്കെ പടങ്ങളാണ് വേറെ നടക്കുന്നത്, ഇതിനിടയിൽ ക്ലാഷ് വരുന്ന പടങ്ങൾ ഏതാണ്, നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ലുക്ക് ഇങ്ങനെയാണ്, നമുക്ക് വേണ്ടത് ഈ പടത്തിൽ താടിയാണ് വേണ്ടത്, അല്ല താടി ചിലപ്പോൾ ട്രിം ചെയ്യേണ്ടി വരും എന്ന് പറയും. അപ്പോൾ പുള്ളി പറയും എനിക്ക് ഇന്ന പടത്തിൽ പോയാൽ ചിലപ്പോൾ താടി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ താടി വേണം എന്ന് പറയുകയാണെങ്കിൽ അതിന് എത്ര ദിവസം സമയത്തിന് ഗ്യാപ്പിലായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്, അതൊക്കെ ചാർട്ട് ചെയ്ത് നോക്കി. അപ്പം ഇവിടുന്ന് അവിടെ ചെന്ന് തന്നെ നമ്മുടെ ഈ താടി ട്രിം ചെയ്യും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മളിവിടെ താടിയിട്ട് പോർഷൻ ഷൂട്ട് ചെയ്ത് തീർക്കാൻ നോക്കും. അഥവാ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു സീനോ 2 സീനോ ബാലൻസ് വരികയാണെങ്കിൽ നമ്മൾ ആ സെയിം താടിയുടെ ഫോട്ടോയും അളവും എല്ലാം എടുത്ത് അതേപോലെ നമ്മൾ ഉണ്ടാക്കും. ഇപ്പോൾ കുറേ കൂടി നിങ്ങൾ പറഞ്ഞ പോലെ പണ്ടത്തെ കാലം കുറേ കൂടി നല്ല ടെക്നീഷ്യന്മാരുണ്ട്. ഇപ്പോൾ ബിഗ് മേക്കിംഗ് ചെയ്യുന്ന താടി മീശയൊക്കെ ഉണ്ടാക്കുന്ന നല്ല നല്ല ടെക്നീഷ്യൻസ് ഇഷ്ടംപോലെ ഉണ്ട്. കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റുകളൊക്കെ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന അതൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ട്. അവരെ വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കിച്ചിട്ട് സെയിം അതുപോലെ ഒട്ടിച്ച് ചെയ്യാറുണ്ട്. ഇപ്പം ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ വർക്കായിരുന്നു കാന്താര എന്ന് പറയുന്നത്. അതിൻ്റെ 5 മണിക്കൂറോളമായിരുന്നു മേക്കപ്പിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം ഈ ഇത്രയും മണിക്കൂറുകൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ശരിക്കും നടക്കുന്നത്? ലൈക്ക് എന്തൊക്കെയാണ് ആ ലുക്കിന്, ലൈക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെയാണെന്ന് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് പറയാം. അതിൽ ഋഷഭിൻ്റെ ലുക്ക്, അതിനകത്ത് പടത്തിലെ ലുക്ക് ലോങ് ഹെയർ, ലോങ് താടി ഉള്ളൊക്കെ ഒരു ലുക്കാണല്ലോ അതിനകത്ത്. അപ്പം ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ആ ഏജ് ക്യാരക്ടർ ചെയ്യണ സമയത്ത് ഈ ക്യാരക്ടർ ഉണ്ടല്ലോ മെയിൻ ചെയ്യുന്ന ലുക്ക് തീർത്തിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ കൂടി എളുപ്പമാണ്. കാരണം ഈ താടിയൊക്കെ റിമൂവ് ചെയ്ത് അതിൻ്റെ മേളിൽ എനിക്ക് മറ്റേ ഏജായിട്ടുള്ള താടി ഒട്ടിക്കുക, അതൊക്കെ കുറേ കൂടി എളുപ്പമാണ്. നമുക്ക് ഇത്രയും ലോങ് ഹെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ നമ്മൾ വിഗ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ളൊരു പരിപാടിയാണ്. കാരണം ഇത്രയും ലെങ്ത്ത് മൂടി നമ്മളത് പാക്ക് ചെയ്ത് വെക്കുക, അതിൻ്റെ മേളിൽ വെക്കുന്നത് ഇച്ചിരി നമ്മൾ പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കാരണം എൻ്റെ അടുത്ത് അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നമ്മൾ ഇത് ഷൂട്ട് ചെയ്ത് തീർത്തിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സുബ്രതിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഈ ക്യാരക്ടർ നമുക്ക് ഇതിൻ്റെ പാരലായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ ലുക്ക് പോവാതെ തന്നെ എനിക്ക് ആ ലുക്കും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. കാരണം അത്രയും ഏജ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, അത് വേറൊരു രൂപമാണത്, വേറൊരു ആളായിട്ടാണ് നമ്മൾ കാണിക്കണത്. ഇപ്പോൾ വേറൊരു താടി, വേറൊരു മീശ, വേറൊരു ഹെയർ സ്റ്റൈൽ, അത് ഞാൻ ചെയ്യേണ്ടത് ഈ താടിയും ഈ മീശയും ഈ മുടിയും ഉള്ളതിൻ്റെ ഇതിൻ്റെ പുറത്താണ് ഞാൻ ചെയ്യേണ്ടത്. അതെങ്ങനെ ഞാനത് അച്ചീവ് ചെയ്യുമെന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു വിധത്തിലും ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച്. ഞാൻ എനിക്കൊരു ഇച്ചിരി സമയം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്ത് സമയം വേണമെങ്കിൽ എടുത്തോ, കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഈ ഇത്രയും നാൾ നടക്കുന്ന ഷൂട്ടിന് എപ്പോഴാണ് ചെന്ന സമയം പറഞ്ഞിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി, സമയം എന്തോരം വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ടെക്നീഷ്യനോട് തരുന്ന ഒരു ബഹുമാനമാണ് സത്യം പറഞ്ഞത്. ആ ടൈം നമ്മളുടെ വാക്കിന് ഒരു തരുന്ന വില തരാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഡയറക്ടർ എന്നുള്ള ആർട്സ് എന്നുള്ള രീതിയിൽ. അതൊക്കെ ഭയങ്കര ഉപകാരം. നമ്മുടെ ഇവിടെയൊക്കെ ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സൊക്കെ ഇപ്പോൾ എല്ലാവരും തരുന്നുണ്ടത്. നമ്മൾ പറയുമ്പോൾ ഇത്ര സമയം വേണമെന്ന് പറയുമ്പോൾ എടുത്തോളം അതിനുള്ള ടൈം തരും നമുക്കിപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ ഞങ്ങൾക്ക് ട്രയൽ നോക്കേണ്ടി വരും, പ്രോസത്തിക്സ് ഇത് യൂസ് ചെയ്യേണ്ടി വരും, അപ്പോൾ കുറച്ച് ട്രയൽ പരിപാടികൾ എനിക്ക് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് താടിയും മീശയൊക്കെ വേറെ ചെയ്യിപ്പിച്ചു. ഇതിൻ്റെ മേളിലൂടെയാണ് ഞാനത് ഒട്ടിച്ച്, ഈ താടി പാക്ക് ചെയ്ത് ഈ മുടിയും പാക്ക് ചെയ്ത് അതിൻ്റെ മേളിലൂടെ ഒട്ടിച്ച് അതൊരു ആദ്യത്തെ ട്രയലിൽ ശരിക്കും ഒരു 6 മണിക്കൂർ എടുത്തു ട്രയൽ ചെയ്തു വന്നപ്പോൾ. അത് ശരിക്കും ഷെഡ്യൂൾ അവിടെ ഷൂട്ടിൻ്റെ ഷെഡ്യൂൾ ബ്രേക്കിലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരു 3-4 പേര് പോയി, ഷൂട്ടൊന്നും ഇല്ലാത്ത സമയത്ത് പുള്ളിയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ദിവസം ഞങ്ങൾ അതിനെടുത്തു. ആ ട്രയലിൽ ഒരു ഔട്ട്ലൈനായി. അതിൽ നിന്ന് പിന്നെ ഞാൻ കറക്ഷൻ ചെയ്ത് ഒരു 2ാമതൊരു ട്രയൽ വെച്ചു. 3ാമത്തെ ട്രയലിലാണ് ഷൂട്ട് ചെയ്തത്. കാരണം അത്രയും, പക്ഷെ ഋഷഭ് സാർ അത്രയും ഇരുന്നു അല്ലേ അത് ഷൂട്ട്. ഋഷഭിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് ഷൂട്ട് ചെയ്യണം, 6-6:30 മണിക്ക് സൺലൈറ്റിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, വെളുപ്പിനത്തെ സൺലൈറ്റിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് തുടങ്ങും മേക്കപ്പ്. രാത്രി 12 മണിക്ക് പുള്ളി വരും. ഞങ്ങളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചെന്ന് സെറ്റ് ചെയ്യും. പുള്ളി ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ വരും. ഞങ്ങൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യും. പുള്ളി മറ്റേ ചെയറിലിരുന്ന് ഇങ്ങനെ ഒന്ന് ഉറങ്ങും. ഞങ്ങൾ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത പോർഷൻ റെഡി ആകുമ്പോൾ ഞങ്ങൾ പയ്യെ വിളിച്ച് സാർ ഒന്ന് നേരെ ഇരിക്കുക, പുള്ളി എഴുന്നിട്ട് നേരെ ഇരിക്കും. ഇങ്ങനെ
അതൊരു പ്രോസസ്സായിരുന്നു, ഭയങ്കര ഒരു കഷ്ടപ്പാടും എന്നാൽ ഒരു എൻജോയ്മെന്റും ഉള്ള ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട് കാണുമ്പോൾ ഒരു നല്ലൊരു ഹൈ കിട്ടുമായിരുന്നു. ഈ ലുക്കിന്റെ കാര്യത്തിൽ ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്ത ഒരു ആക്ടറാണ് ജയസൂര്യ. അതായത് റോണിക് ചേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ മേരിക്കുട്ടി കംപ്ലീറ്റ്ലി വേറൊരു ലുക്ക്, ഷാജി പാപ്പൻ വരുമ്പോഴത്തേക്കിന് അതിൽ വേറൊരു ലുക്ക്, ഇപ്പം ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള കത്തനാർ അതിലും വേറൊരു ലുക്ക്. ഇപ്പം ഈ ജയേട്ടൻ്റെ തന്നെ ഈ പല പല ലുക്സ് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ആർട്ടിസ്റ്റിൽ തന്നെ ഈ പല പല ലുക്സ് ട്രൈ ചെയ്യുമ്പം ആർട്ടിസ്റ്റിനെ അറിയാം ആൾ എന്താണെന്നുള്ളത് അറിയാം. അതിൽ വെറൈറ്റി ലുക്സ് കൊണ്ടുവരുമ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എങ്ങനെയായിരിക്കും നടക്കുന്നത്? അതിന് കുറേ കൂടി നമ്മൾ ആർട്ടിസ്റ്റ് ഹെൽപ്പ് ചെയ്യണം, നമ്മുടെ കൂടെ നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ചേട്ടനൊക്കെ അതിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. മേരിക്കുട്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന് മുന്നേ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആക്സിഡൻ്റലി വന്ന ഒരു വർക്കായിരുന്നു. ലാസ്റ്റ് മൊമെന്റ് വന്നു അവാർഡ് അതും ജയേട്ടൻ തന്നെ റെക്കമെൻഡ് ചെയ്യണം അതിനകത്ത്. അപ്പം ഞാൻ സത്യം പറഞ്ഞ ചേട്ടനെ ഞാൻ വീട്ടിൽ ഇതിൻ്റെ ട്രയലിന് ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ചേട്ടൻ ഓൾമോസ്റ്റ് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്, കയ്യിൻ്റെ നെയിലൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു പകുതി ഒരു ഇതിലാണ് നിൽക്കുന്നത്, ആ ഒരു ട്രാൻസ്ജെൻഡർ മൂഡിലാണ് ചേട്ടൻ ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്നത്. അപ്പോഴേ ആയി പുള്ളി അങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഒരു ഇതിലേക്ക് അപ്പം നമുക്ക് പകുതി നമ്മൾ പണിയെടുത്ത് എടുത്താൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. ഹെയർ സ്റ്റൈലും ആ ഒരു പരിപാടിയിലേക്ക് ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യാതെ അതിലേക്ക് എത്തിക്കാൻ പറ്റി എനിക്ക്. അതുപോലെ തന്നെ ഷാജി പാപ്പനിലേക്ക് വന്നപ്പോഴും പറഞ്ഞ പോലെ ആ മീശയുടെ സ്റ്റൈലും അതൊക്കെ ജയേട്ടൻ്റെ കുറെ കൂടി ഇൻപുട്സ് ഉണ്ട് അതിനകത്ത്, ഇല്ലെന്നല്ല. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇതിൻ്റെയൊക്കെ ഐഡിയ വേറൊരു ഐഡിയ ആയിരുന്നു. ജയേട്ടൻ്റെ ഇൻപുട്സ് എല്ലാം കൂടി വന്നപ്പോഴാണ് അതായത് അങ്ങനെ ഒരു ഷാജി പാപ്പനായത് സത്യം പറയാം. അതുപോലെ കത്തനാർ ലുക്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് ഫുൾ ക്രെഡിറ്റ് റോജിനുള്ളതാണ്. റോജിൻ്റെ ലുക്കാണ് അത് ശരിക്കും പറഞ്ഞാൽ. അതിലേക്ക് ജയേട്ടൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. ജയേട്ടന് അതിന് വേണ്ടി താടിയും മുടിയൊക്കെ വളർത്തി കുറേ കൂടി അതിലേക്ക് അത് കുറേ കൂടി നാച്ചുറലാക്കാൻ വേണ്ടി, ആ ലുക്ക് നാച്ചുറലാക്കാൻ വേണ്ടി ജയേട്ടൻ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മളതിൽ ആ ഹെയർ സ്റ്റൈലിലൊക്കെ പോകുമ്പോഴേ ഈ പറഞ്ഞ പോലെ ഫുൾ വിഗ് പരിപാടിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പം അതൊക്കെ കുറേ കൂടി ആർട്ടിഫിഷ്യൽ ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മുടി വളർത്തണം എന്ന് പറഞ്ഞിട്ട് മുടി വളർത്തി അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് ആ ഒരു ഹെയർ സ്റ്റൈലിലേക്കൊക്കെ എത്തിച്ചേക്കുന്നത്. അതായത് നാച്ചുറൽ ഹെയർ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് ലെങ്ത് കൂട്ടിയേക്കണേ, അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചേക്കണേ. ഈ കത്തനാരിൽ ഇതുപോലെ തന്നെ കുറേ ആർട്ടിസ്റ്റുകളുടെ ഇതുപോലെ കുറച്ചധികം പണിയെടുക്കേണ്ട വന്നിട്ടുണ്ടല്ലോ. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വേറെ കുറെ ഭയങ്കര ലുക്ക് ചേഞ്ചുകളുണ്ട് അതിനകത്ത്. അതും അതെല്ലാം പറഞ്ഞ റോജിൻ്റെ ഐഡിയകളാണ് ഫുള്ള്. ഈ ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൻ്റെ പറയുമ്പം ലിസ്റ്റിൽ കുറേ സിനിമകളുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് പയാം ഗെയിമിൻ്റെ പോസ്റ്റർ വന്നിട്ടുള്ളതാണെങ്കിലും ഭയങ്കര നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന DQൻ്റെ ഒരു ലുക്കാണ് നമുക്ക് അതിലൂടെയൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത്. പയാം ഗെയിമിൽ നിന്നൊക്കെ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? കിട്ടും, നല്ലൊരു മാസ് കിട്ടും, അത്ര ഇപ്പം പറയുന്നുള്ളൂ. അത്ര പറയുന്നുള്ളൂ. അത് നഹാസിൻ്റെ ഒരു എൻ്റർടൈനർ പരിപാടി കിട്ടും. ഒരു ആദ്യ എക്സ്പോഴത്തേക്ക് തന്നെ ഒരു നമ്മളെന്താണ് ദുൽഖറിന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടും. അപ്പം ലൈനപ്പിൽ ഇനിയും കുറേ സിനിമകളുണ്ടല്ലോ. അപ്പം ഏതൊക്കെയാണ് ഇനിയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇനിയും വരാൻ പോകുന്നത്? ഏതൊക്കെയാണ്? ഉണ്ട്, അടൂർ സാറിൻ്റെ പടമുണ്ട്, പിന്നെ അഹമ്മദിൻ്റെ പടം നടപ്പുണ്ട്, പിന്നെ ഇപ്പം വലിയൊരു പടം നടന്നുകൊണ്ടിരിക്കുന്നത് ജയ് ഹനുമാൻ സെക്കൻഡ് പാർട്ട് തെലുങ്ക്, പിന്നെ സൂര്യ സാറിൻ്റെ പടം ജിത്തു മാധവൻ്റെ തമിഴ് കിടക്കുന്നുണ്ട്, പിന്നെ ശിവകാർത്തികേൻ്റെ പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സിയോൺ എന്ന് പറഞ്ഞിട്ട് തമിഴ്. ബാച്ചലർ പാർട്ടി 2 ഉണ്ട്. എല്ലാം ഇങ്ങനെ ഡിസ്കോ ഉണ്ട്, കുറേ ഇങ്ങനെ ലൈനപ്പിലുണ്ട്. ഇതിലും ഇതുപോലെ തന്നെ ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം അടൂർ സാറും മമ്മൂക്കയും വീണ്ടും ഒരുമിക്കുന്ന അതിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഒന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പദയാത്ര എന്നുള്ള പേര് മാത്രം നമുക്കറിയാം. അതിൽ എന്തായിരിക്കും നമുക്കൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കുമോ കാണാൻ സാധിക്കുന്നത്? അത് അടൂർ സാറിൻ്റെ ഒരു മാത്രമായിട്ടുള്ളൊരു പടമായിരിക്കും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനങ്ങനെ ഒരു എന്താ പറയുക, വേറൊരു എടുത്ത് പറയാൻ പറ്റുന്ന ഭയങ്കര ഒരു ഇതൊന്നും പറയാൻ പറ്റുന്നതായിട്ടുള്ള എക്സ്പെക്റ്റ് ചെയ്യേണ്ട സാധനങ്ങൾ അങ്ങനെയൊന്നും സാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു കയ്യൊപ്പുള്ളൊരു പ്രതീക്ഷിക്കുന്ന ഒരു അതെ അങ്ങനത്തെ ഒരു സാധനം പ്രതീക്ഷിക്കാം. നല്ലൊരു അതിൽ മമ്മൂക്കയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇതിങ്ങനെ ഒരു എക്സ്പെക്ടേഷനും ഒരു ഹൈ ഒക്കെ കിട്ടുന്നുണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ.
അപ്പോൾ എന്തായാലും ഇപ്പം അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സാറിൻ്റെ വർക്കിംഗ് പാറ്റേണിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല സിനിമകളാണ് ലൈനപ്പിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പം റീസെൻറ്റ് റിലീസ് ബാലനാണ്. ബാലനും ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടവരാരും ഒരു ആവറേജിന് താഴോട്ട് ഒന്നും പറയുന്നില്ല. അത്രയും ഗംഭീര റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പേഴ്സണലി എനിക്കും കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഒരുപാട് കാര്യം ഞാൻ ഈ ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് തന്നെ കുറേ കൂടെ മേക്കപ്പിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോഴത്തേക്കിന്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്തിരുന്നു. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതായത് ഞാൻ കണ്ടിട്ടില്ല, കാണണം. കണ്ടില്ലല്ലേ ഇതുവരെ? അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് കാണാൻ പറ്റുമ്പോൾ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. കുറേ നാളായിട്ട് നമ്മുടെ ഹരി ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഓട്ടത്തിലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇപ്പോഴാണൊന്ന് ഇരിക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഈ പറഞ്ഞ സിനിമകളെല്ലാം ഒരുപാട് വലിയ വിജയമാവട്ടെ. ബാലനും ഈ പറഞ്ഞ പോലെ നല്ലൊരു വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.